അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ബിഖദർ. സുബ്ഹാനഹു ജഅലനൽ ലൈല ലിബാസൻ വന്നൗമ സുബാത വജഅലൻ നഹാറ നുശൂറ വഅൻസല ലനാ ബിഖുദ്റതിഹി മിനസ്സമാഇ മാഅൻ തഹൂറ. നഹ്മദുഹു സുബ്ഹാന ബിമാ ഹുവ ലഹു അഹ്ലുൻ മിനൽ ഹംദ് വനുസ്നി അലൈഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبد الله ورسوله خير مؤمن بالله. اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد فأوصيكم عباد الله بتقوى الله عز وجل فاتقوا الله حق تقاته تكونوا من الفائزين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഇസ്ലാമിന് രണ്ട് ഇനം ശത്രുക്കളുണ്ട്. ഒരു വിഭാഗം പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിനോടും മുസ്ലിം സമൂഹത്തോടും ശത്രുത പ്രഖ്യാപിച്ച കൂട്ടരാണ്. മുമ്പേ അത് തുടരുന്നു, തിരുനബിയുടെ കാലത്തും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഒരു കൂട്ടർ പരോക്ഷമായ ശത്രുക്കളാണ്. പ്രത്യക്ഷത്തിൽ അവർ ശത്രുത പ്രഖ്യാപിക്കുകയില്ല. കണ്ട കാഴ്ചയിൽ സമുദായത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കും. രഹസ്യമായി അവർ ഇസ്ലാമിനോടും മുസ്ലിം സമുദായത്തോടും ശക്തമായ വിയോജിപ്പ് ഉള്ളവരായി നിലകൊള്ളുകയും ചെയ്യും. അതിലൂടെ പ്രത്യക്ഷ ശത്രുവിൻ്റെ താല്പര്യങ്ങൾക്ക് അവർ മരുന്നിട്ട് കൊടുക്കും. അഥവാ പ്രത്യക്ഷ ശത്രുവിൻ്റെ താല്പര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. പ്രത്യക്ഷ ശത്രുവിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ഇവരുടെ ഈ പരോക്ഷമായ ശത്രുക്കളായി നിലകൊള്ളുന്ന ആളുകളുടെ നിലപാടുകൾ സഹായകരമാവുകയും ചെയ്യും. ഇവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കും, അവരുടെ പുരോഗതിയെക്കുറിച്ച് പറയും. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ രണ്ടിനം ശത്രുക്കളെയും തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് കഴിയണം. ഈ വിഷയകമായ ഒരു നല്ല പഠനം ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഈജിപ്തിലെ കൈറോവിൽ ഡോക്ടർ ജാബിർ കുമൈഹയുടെ ഒരു പുസ്തകം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് അഅ്ദാഉൽ ഇസ്ലാമി വ വസാഇലു തദ്ലീൽ എന്നാണ്. അഅ്ദാഉൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശത്രുക്കളും, വ വസാഇലു തദ്ലീൽ, അവർ മുസ്ലിം സമുദായത്തെ വഴികേടിലാക്കുന്ന രീതികളും. ഇസ്ലാമിൻ്റെ ശത്രുക്കളും അവർ മുസ്ലിം സമുദായത്തിൻ്റെ ഈമാനിനെ, വിശ്വാസത്തെ, സഖാഫ, സംസ്കാരത്തെ ചോർത്തിയെടുത്തിട്ട് ജീവച്ഛവങ്ങളാക്കി, നിസ്കരിക്കുന്ന ആൾരൂപങ്ങളാക്കി അവരെ മാറ്റുന്ന രീതിയുമൊക്കെ സവിസ്തരമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള പ്രകടമായ ശത്രുത വെച്ചു പുലർത്തുന്ന ആളുകളെക്കുറിച്ചും ഈ ഗ്രന്ഥം പ്രതിപാദിക്കുന്നു. ശത്രുത ഒളിപ്പിച്ചു വെക്കുകയും എന്നാൽ നിലപാടിൽ ഇസ്ലാമിനോട് ശാസ്ത്രമുള്ള രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന പരോക്ഷ ശത്രുവിനെക്കുറിച്ചും ഈ ഗ്രന്ഥം യഥാവിധി പ്രതിപാദിക്കുന്നു. ഇങ്ങനെ ഒരു തത്വമുണ്ട് അറബിയിൽ. മല്ലം യഅരിഫി ശർറ മല്ലം യഅരിഫി ശർറ യഖഉ ഫീ മല്ലം യഅരിഫ് അശ്ശർറ. ഒരാൾ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല എങ്കിൽ, ഷർറിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എങ്കിൽ, യഖഉ ഫീ, അതിലവൻ ചെന്ന് വീഴും. പോകുന്ന വഴിക്കൊരു പൊട്ടക്കിണറുണ്ടെന്ന് അറിയാതെ പോയാൽ ആൾ കിണറിൽ വീണു പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതൊരു തത്വമാണ്. അതേ തത്വം ഇത്തിരി വിശാലമായിട്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മൈ യഅരിഫു അദുവഹു വയഅരിഫു നഫ്സഹ, ഏതൊരാൾ തന്നെ കുറിച്ചും തൻ്റെ ശത്രുവിനെ കുറിച്ചും യഥാവിധി മനസ്സിലാക്കുന്നുവോ, യഖൂദു മിഅത്ത മഅറഖത്തിൻ ബിദൂനി ഖതർ, ഒരു അപകടവും പറ്റാതെ 100 യുദ്ധം അവന് നയിക്കാൻ കഴിയും. ഔ ഖൗഫിൻ മിനൻ നതായിജ്, വിജയത്തെക്കുറിച്ച് ഒരു ഭയാശങ്കയുമില്ലാതെ പോരാടാൻ കഴിയുമെന്നാണ്. ഇതൊന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. തത്വമാണ്, അറബിയിലെ ഒരു തത്വമാണ്. മൈ യഅരിഫു അദുവ, ഒരു വിഭാഗം അവിടെ ശത്രുക്കൾ ആരെന്ന് തിരിച്ചറിയുന്നു. ആരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ആരാണ് മുസൽമാന്മാർ ശത്രുക്കൾ. വയഅരിഫു നഫ്സ, എന്താണ് മുസ്ലിമിൻ്റെ നിയോഗം, എന്താണ് ഇസ്ലാമിക സമുദായത്തിൻ്റെ ദൗത്യം, എന്തിനാണ് അള്ളാഹു അവരെ നിയോഗിച്ചിരിക്കുന്നത്, അവർ ഈ മണ്ണിൽ എന്ത് ചെയ്യേണ്ടവരാണ്, എന്ത് ഏറ്റെടുക്കേണ്ടവർ എന്നതിനെക്കുറിച്ച് അറിവ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഈ സമുദായത്തിന്, ആ സമുദായം ആരാണ്, അള്ളാഹു ഏൽപ്പിച്ച നിയോഗം എന്താണ്, അവരുടെ തിരുനബിയുടെ ചര്യ ഏത് വിധമായിരുന്നു, ആ കിതാബും സുന്നത്തും പരിഗണിച്ച് അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ അവർ എന്ത് ധർമ്മമാണ് ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത്, എന്ത് കർത്തവ്യമാണ് അവരായിട്ട് നയിക്കേണ്ടത്, നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവണം. ഒപ്പം ആരാണ് ശത്രുക്കൾ എന്ന തിരിച്ചറിവുണ്ടാണ്. അത്തരം ശത്രുവിനെക്കുറിച്ചും അവനവനെക്കുറിച്ചും ശരിയായ അറിവ് ആർക്കുണ്ടോ, യഖൂദു മിഅത മഅറഖത്തിൻ ബിദൂനി ഖതർ, ഒരു അപകടവും സംഭവിക്കാതെ 100 യുദ്ധം അവർ നയിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഒരു ശത്രു ഒരു അപകടത്തിലാക്കില്ല. അതൊരു പ്രയോഗമാണ്. ഔ ഖൗഫിൻ മിനൻ നതായിജ്, അവരുടെ വിജയത്തിൽ ഒരു ഭയാശങ്കയും വേണ്ട, അവരായിരിക്കും വിജയിക്കുക, മണ്ണിൽ അവർക്കായിരിക്കും അന്തിമ വിജയം. അപ്പൊ അവനവനെ കുറിച്ച് മനസ്സിലാക്കാതെ, അവനവന്റെ ശത്രുവിനെ കുറിച്ച് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമുദായം ഒരിടത്തും വിജയിക്കില്ല. അവർ പരാജയപ്പെടാതിരിക്കാൻ ഒരു ന്യായവുമില്ല. അവിടെ വിജയം എന്നത് സംഭവിക്കുകയേയില്ല. അവർ സമൂഹമധ്യേ എന്നും അധമന്മാരായും പതിതരായും കണ്ടവന്റെ അടി കൊണ്ട് ജീവിക്കേണ്ടുന്ന അടിമകളായി, രണ്ടാകിട പൗരന്മാരായും ജീവിക്കേണ്ടി വരും എന്നാണ് ഈ തത്വം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ശത്രുക്കളാണ് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡോക്ടർ ജാബിർ ഉമൈഹയുടെ പുസ്തകം നമുക്ക് മുമ്പിൽ ചർച്ചാ വിഷയം. പ്രത്യേക പശ്ചാത്തലമാണല്ലോ രാഷ്ട്രീയ പശ്ചാത്തലം. രാഷ്ട്രീയ പശ്ചാത്തലം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക പാഠങ്ങൾ സവിശേഷമാണ്. തൻ്റെ ശത്രുവിനെ തിരിച്ചറിയാത്ത ഒരു വിഭാഗവും മണ്ണിൽ തുടരാൻ അർഹരല്ല. തങ്ങൾ ആരെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിയോഗം സ്വീകരിക്കാത്ത, തങ്ങളുടെ ശത്രു ആരെന്ന് ശരിക്ക് തിരിച്ചറിയാത്ത ഒരു കൂട്ടരും മണ്ണിൽ നിലനിൽക്കാൻ അർഹരല്ല. അവർ തുടച്ചു നീക്കപ്പെടുന്നത് കാലത്തിന്റെ അനിവാര്യതയാണ്. അവിടെ അവരുടെ നിസ്കാരത്തഴമ്പൊരിക്കലും തടസ്സമായി മാറില്ല. അതുകൊണ്ട് ഈ വിഷയകമായി അദ്ദേഹം പറഞ്ഞ 2-3 വസ്തുതകൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഖുത്ബയുടെ ഉള്ളടക്കം അതാണ്. ഇസ്ലാം മുൻകാലങ്ങളിൽ ഇസ്ലാമിന് നേരെ നിലപാട് സ്വീകരിച്ച ശത്രുക്കളെ ശരിക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ പിൽക്കാലത്തെ ശ്രമങ്ങളെയും നമുക്കതിനെ വായിച്ചെടുക്കാം. ഖുർആൻ അവരെ കുറിച്ച് പറയുന്നു, മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, ബഹുദൈവ ആരാധകർ, കാഫിരീങ്ങൾ, ഇസ്ലാമിനെ നിഷേധിച്ച ശുദ്ധ കാഫിരീങ്ങൾ, അതുപോലെ തന്നെ അവിശ്വാസികളായ ആളുകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, വൈദേശിക ശത്രുക്കൾ, ഇവരൊക്കെ മുമ്പേ ഇസ്ലാമിന് നേരെ ശത്രുപ്പെടുത്തിയ ആളുകളാണ്. മദീനയെ ആക്രമിക്കാൻ റോമാ സാമ്രാജ്യം വൈദേശികമാണ്, പേർഷ്യൻ സാമ്രാജ്യം, ഇങ്ങനെ വൈദേശിക ശത്രുക്കളും അതുപോലെ തന്നെ യഹൂദ, നസ്രാനി, മുശ്രിക്കീങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളുകളും കാഫിരീങ്ങളും ഒക്കെ ഇസ്ലാമിന് നേരെ പടപൊരുത്തിയ ചരിത്രവും അതിൽ സ്വീകരിക്കുന്ന നിലപാട് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച ഭാഗമുണ്ട്. പ്രത്യക്ഷ ശത്രുവിനെ അങ്ങനെ ഖുർആൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. 1-2 ഉദാഹരണങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറ 120-ാം വചനമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലൻ തർല അൻകൽ യഹൂദ് വലൻ നസ്വാറ, പ്രവാചകരെ താങ്കളുടെ കാര്യത്തിൽ യഹൂദനും നസ്രാനിയും ഒരിക്കലും തൃപ്തനാവില്ല. യഹൂദരും നസ്രാനികളും താങ്കൾ തൃപ്തരാകില്ല, നിങ്ങൾക്കത് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കും വരെ. നിങ്ങൾ നിങ്ങളുടെ മതത്തെ കൈയൊഴിഞ്ഞ്, അല്ലെങ്കിൽ അതിനെ പേരിന് മുസ്ലിമായി നിർത്തി, പള്ളിയിലൊക്കെ പേര് ചാർത്തി, നിസ്കാരത്തിനൊക്കെ പോയി, ജുമുഅക്ക് പങ്കെടുത്ത്, വരിസംഖ്യക്ക് കൊടുത്ത്, അങ്ങനെ നിന്നുകൊണ്ട് അവരുടെ കാഴ്ചപ്പാട് നിങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥ സംഭവിക്കുവോളം അവരിൽ ഒരാളും നിങ്ങളെ തൃപ്തരാവില്ല, നിങ്ങൾക്ക് അത് തൃപ്തിപ്പെടുത്താനും കഴിയില്ല. കുൽ, അതുകൊണ്ട് പ്രവാചകരെ തുറന്നു പറഞ്ഞേക്കണം, വിശ്വാസികൾ തുറന്നു പറഞ്ഞേക്കണം, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അല്ലാഹുവിന്റെ ഹിദായത്ത് മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം, അത് വിട്ടൊരു കളിയില്ല എന്ന്, ഇസ്ലാം വിട്ടൊരു കളിയില്ല എന്ന്, ഇസ്ലാം വെച്ച് മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്, ഇസ്ലാം അടിയറ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവണം. വലഞ്ഞിത്തബഅതഅഹ്വാഹും, അതിന് നിങ്ങൾ കരുത്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങൾ അങ്ങനെ ആരെയും പ്രയാസപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരുടെയും കൂടെ നിന്ന്
റാൻമൂളികളായി തുടരാൻ ആഗ്രഹിക്കുന്നു. വലാ തകൂനു ഇമ്മാ എന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചു. നിങ്ങൾ റാൻമൂളികളാവരുത്. എല്ലാവർക്കും ഒപ്പിച്ച് നിൽക്കുക, എല്ലാ പാർട്ടിക്കാരൻ്റെയും ആളാവുക, എല്ലാവർക്കും ഒപ്പിച്ച് വർത്താനം പറയാ, എല്ലാ മതക്കാരനും ഒപ്പിച്ച് നിലപാടെടുക്കുക. അങ്ങനെ റാൻമൂളികളാകാൻ പാടില്ല. ഇനി നിങ്ങൾ അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം അതൊക്കെയാണ്. കാരണം നിങ്ങളുടെ പാർട്ടി താല്പര്യമാണ് വലുത്, നിങ്ങളുടെ ബിസിനസ് താല്പര്യമാണ് വലുത്, നിങ്ങളുടെ കുടുംബ താല്പര്യമാണ് വലുത്, നിങ്ങളുടെ ചങ്ങാത്ത താല്പര്യമാണ്, നിങ്ങളുടെ ചങ്ങാത്ത മുതലാളിത്തമാണ് വലുത്. ഇതൊക്കെ സംഭവിക്കാം, പലതുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇച്ഛകളാണ്. ആ ഇച്ഛകളെയാണ് നിങ്ങൾ മുൻഗണന കൊടുത്ത് അതിനെ പിൻപറ്റുന്നുവെങ്കിൽ വലയിനിത്തബഅത അഹ്വാഹുമായത്തിൻ്റെ ബാക്കി ഭാഗം, വലയിനിത്തബഅത അഹ്വാഹു, നിങ്ങൾ അവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റുന്നതെങ്കിൽ, പ്രവാചകരെ താങ്കൾ അവരുടെ ഇച്ഛയാണ് പിൻപറ്റുന്നതെങ്കിൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, ഈ കൃത്യമായ അൽ ഇൽം ഇസ്ലാം, ശരിയായ അറിവ്, ഈ ശരിയായ അറിവ് എന്ന് കിട്ടിയിട്ടും നിങ്ങളുടെ നിലപാട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലി, നിങ്ങളെ രക്ഷിക്കാൻ ഒരു വലിയ ഉണ്ടാവില്ല. തിരുനബിയോടാണ് വർത്തമാനം, അഡ്രസ് ഈ തിരുനബിയാണ്. ആദ്യ അഭിസംബോധന റസൂലെ താങ്കൾ അവർക്കൊപ്പിച്ച് നിലപാടെടുത്താൽ, താങ്കളുടെ താല്പര്യം അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, നിങ്ങൾക്ക് ഈ ഇസ്ലാം വന്ന് കിട്ടിയിട്ടും അതാണ് നിങ്ങളുടെ രീതിയെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലി, നിങ്ങളെ രക്ഷിക്കാൻ ഒരു വലിയ ഉണ്ടാവില്ല. വലാ നസീർ, ഒരു സഹായം ഉണ്ടാവില്ല. അള്ളാഹിന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. അള്ളാഹ് നിങ്ങളെ വലിയാവൂല. നിങ്ങൾ ഒരിക്കലും അള്ളാഹിന്റെ സംരക്ഷണത്തിൽ പെടില്ല എന്ന് വളരെ കൃത്യമായി തിരുനബിയോട് പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാനാ. ഹബീബായ റസൂലുള്ള ഇങ്ങനെ ഒരു പണി ചെയ്യില്ല. നഊദു ബില്ലാഹി അസ്തഗ്ഫിറുല്ലാഹ്. മാസൂമായ പ്രവാചകന, അള്ളാഹിന്റെ നിർദ്ദേശാനുസാരം പ്രവർത്തിക്കുന്ന പ്രവാചകന. പക്ഷെ ആ പ്രവാചകനെ പ്രതിയാക്കി എന്നോണം പ്രവാചകരെ താങ്കൾ അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, ഇസ്ലാമിന്റെ പ്രത്യക്ഷ ശത്രുക്കളുടെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, അവിടെ താല്പര്യങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ, നിങ്ങൾക്കൊരു വലിയും പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അള്ളാഹ് നിങ്ങളെ വലിയാവില്ല, അള്ളാഹ് നിങ്ങളെ സഹായിക്കില്ല. വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ നിലപാട്. ഒരു ആയത്ത് മതി ഈ യാഥാർത്ഥ്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാൻ. വീണ്ടും സൂറത്തുൻ നിസാ 89-ാം വചനം, വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറു, അവരൊക്കെ അല്ലാഹുവിൽ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വാസികളാണ് ആഗ്രഹിക്കുന്നു. വദ്ദു, അവരുടെ താല്പര്യം അതാണ്. എന്താണ് ഈ ശത്രുക്കളുടെ താല്പര്യം? അവരൊക്കെ ഇസ്ലാം വിരോധികളും അള്ളാഹുവിനെ നിശ്ചയിച്ച കാഫിര്യങ്ങളുമാണ്. അതുപോലെ നിങ്ങളും ആവണം. വദ്ദു, അവർ ആഗ്രഹിക്കുന്നു. ലൗ തക്ഫുറൂന, നിങ്ങൾ നിഷേധികളാവാൻ, കമാ കഫറു, അവർ നിഷേധികളായ പോലെ, ഫതകൂനൂന സവാ, അപ്പോൾ അവർ നിങ്ങൾ തുല്യരാകുമല്ലോ. നിങ്ങൾ സവിശേഷമായ മതത്തിന്റെ ആളുകളായിട്ട് അങ്ങനെ ജീവിക്കുക. ഇസ്ലാമിന്റെ ആദർശം, അതിന്റെ സംസ്കാരം, അതിന്റെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, നിയമങ്ങൾ, വിധികൾ, ശറഈ ഹുക്കുമുകൾ, അതിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക തലങ്ങളിലെ പോളിസികൾ, പ്രോഗ്രാമുകൾ, അതൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ സവിശേഷമായ കൂട്ടരായി നിൽക്കാൻ പാടില്ല. അവരാഗ്രഹിക്കുന്ന അവരെ പോലെ, അവരുടെ കയ്യിൽ മതമുണ്ട്, അവരുടെ മതം അവർക്ക് തടസ്സമല്ല, അവരുടെ താല്പര്യങ്ങൾക്ക് തടസ്സമല്ല, വിനോദങ്ങൾക്ക് തടസ്സമല്ല, അവരുടെ മതത്തിലെ ഹറാമുകൾ പോലും തടസ്സമല്ല. അതുകൊണ്ട് പന്നിയിറച്ചി ഹറാമാക്കിയ, പലിശ ഹറാമാക്കിയ, മദ്യം ഹറാമാക്കിയ മുൻ വേദത്തിന്റെ ആളുകൾ അതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരായി ജീവിക്കുന്നവർ മതത്തിന്റെ ആളുകളായിട്ട് തന്നെ. ഇതാണ് ഈ പറഞ്ഞ കുഫർ. നിങ്ങൾ നിസ്കരിക്കണ്ടെന്നൊരു പറയുന്നില്ല, നിങ്ങൾ പള്ളിയിൽ പോകണ്ടെന്നും പറയുന്നില്ല, നിങ്ങൾ ഖുർആൻ ഓതണ്ടെന്നും പറയുന്നില്ല, നിങ്ങൾ ഹജ്ജിന് പോകണ്ടെന്നും പറയുന്നില്ല. നിങ്ങൾ എന്ത് വേണം? ആരാധന നടത്തിയിട്ട് ബാക്കി ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കൈയൊഴിക്കണം. ഞങ്ങളെപ്പോലെ എന്താ നിങ്ങൾക്ക് വായിക്കൂടെ? ഇസ്ലാമിന്റെ ഹലാല് ഹറാമ് പരിഗണിക്കണ്ട, ഇസ്ലാമിന്റെ മതവിധികൾ പാലിക്കണ്ട, ഇസ്ലാമിന്റെ സംസ്കാരം മുറുകെ പിടിക്കണ്ട, ഇസ്ലാമിന്റെ താല്പര്യത്തിനും മുസ്ലിങ്ങളുടെ ഉത്തമ താല്പര്യങ്ങൾ പണിയെടുക്കേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ ആയാൽ മതി. അതാണ് വദ്ദു, അവർ ആഗ്രഹിക്കുന്നു. ലൗ തക്ഫുറൂന, നിങ്ങൾ നിഷേധികളാകാൻ, കമാ കഫറു, അവർ നിഷേധികളായ പോലെ. മതത്തിന്റെ ബാഹ്യമായ ചട്ടക്കൂട് നിർത്തിയിട്ട് അതിന്റെ മർമ്മങ്ങളെ കളഞ്ഞു കുളിച്ച ഒരു മുസ്ലിമും മുസ്ലിമല്ല, കാഫിറാണ് എന്നീ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ തെളിവെടുത്തിട്ടുണ്ട്. മതത്തിന്റെ ബാഹ്യമായ ചട്ടക്കൂട് നിർത്തുന്നു, ആൾ നിസ്കരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ജുമ ജമാഅത്തിൽ പങ്കെടുക്കുന്നു, പെരുന്നാൾ നിസ്കാരമുണ്ട്, മയ്യിത്ത് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഖുർആൻ ഓത്തുണ്ട്. മതത്തിന്റെ ബാഹ്യമായ ചട്ടക്കൂട് നിർത്തിയിട്ട് അതിന്റെ മർമ്മങ്ങളെ കളഞ്ഞു കുളിച്ച ഒരു മുസ്ലിമും മുസ്ലിമല്ല, കാഫിറാണെന്ന് പറയാൻ ഈ ആയത്ത് തെളിവാണെന്ന് സഹോദരന്മാരെ നിങ്ങൾ സാന്ദർഭികം മനസ്സിലാക്കണം. ആയത്തിന്റെ ബാക്കി ഭാഗം, വലാ തത്തഖിദു മിൻഹും വലിയ്യം വലാ നസീറ, അത്തരം ആളുകളുണ്ടല്ലോ നിങ്ങൾ നിഷേധികളായി കാണാൻ ആഗ്രഹിക്കുന്ന ആ ആളുകളെ നിങ്ങൾ വലാ തത്തഖിദു സ്വീകരിക്കരുത്, മിൻഹും അവരിൽ ഒരാളെയും, വലിയൻ രക്ഷകനായും, വലാ നസീറ സഹായി, അവരുമായി നിങ്ങൾക്ക് അത്തരം ബന്ധം പാടില്ല. മാനുഷികമായ ബന്ധങ്ങൾക്കാവാം. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ എല്ലാവരുമായി മാനുഷിക ബന്ധമാവാം, അത് ശത്രുവിനോടും ആവാം. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങളുടെ ഇസ്ലാമിന്റെ താല്പര്യം കൈയൊഴിയുന്ന, മുസ്ലിം സമുദായത്തിന്റെ ഉത്തമ താല്പര്യങ്ങളെ കൈയൊഴിയുന്ന, ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങളുടെ നിയോഗത്തെ കൈയൊഴിയുന്ന,
നിങ്ങളുടെ ഇസ്ലാമികമായ തിരിച്ചറിവുകളെ കൈയൊഴിയുന്ന, നിങ്ങളെ ഇസ്ലാമിക നിലപാടിനെ കൈയൊഴിയുന്ന രീതി നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ തന്നെയാണ്, നിങ്ങൾ നിഷേധികളാണ്, നിങ്ങൾക്കൊരിക്കലും സിറാത്ത് പാലം കടക്കാൻ കഴിയില്ല. അടുത്ത ആയത്ത് സൂറ അൽ ബഖറ 217, വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഫിലസ്തീനിൽ തുടരുന്നത് പോലെ അതങ്ങനെ അവസാനിക്കൂല, എവിടെ കിട്ടിയാലും തുടരും. അതുകൊണ്ട് മുസ്ലിം സമുദായം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. വലാ യസാലൂന യുഖാതിലൂനകും, സാല യസാലു തുടർന്നുകൊണ്ടേയിരിക്കും. വലാ യസാലൂന യുഖാതിലൂനകും, അവർ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്താ യറുദ്ദൂകും അൻ ദീനികും, നിങ്ങളുടെ ദീൻ വിട്ട് നിങ്ങൾ പിറകോട്ടടിക്കും വരെ. നിങ്ങളൊക്കെ അവർക്കൊപ്പിച്ച് നിലപാടുകാരാവണം. അപ്പോൾ അവരെ ഭയന്നിട്ട് നമ്മുടെ അറബി തമ്പുരാക്കന്മാരൊക്കെ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടൊരു പ്രശ്നമല്ല, അവർ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെയാണ്. റമദാനിൽ ഒരു പള്ളിയിലും ഫിലസ്തീനോട് ദുആ പോലും പാടില്ല എന്ന് നിയമം വന്നിരിക്കുകയാണ്. അങ്ങനെയാണ്. ആരും മിണ്ടാൻ പാടില്ല. സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അപ്പുറത്ത് നമ്മൾ കാണുന്ന യൂറോപ്യൻ കൺട്രീസിൽ പല രാജ്യങ്ങളും ഫിലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഫിലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനം നടത്തി 3 രാഷ്ട്രങ്ങൾ പ്രകടമായി. യൂറോപ്യൻ കൺട്രീസിലെ അമേരിക്കൻ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ മുഴുസമയ സമരത്തിലാണ് ഫിലസ്തീന് വേണ്ടി. പക്ഷേ അറേബ്യൻ രാജ്യങ്ങൾ ഒരിളക്കവുമില്ല. 1-2 ഭരണാധികാരികൾ സാധ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്ത് അടിമകളായി തീർന്നിരിക്കുന്നു. ഈ ദുരന്തം അങ്ങനെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അവരാഗ്രഹിക്കുന്ന നിങ്ങൾ ഈ ദീനിന്റെ ചൈതന്യത്തെ വിട്ടിട്ട് പേരിന് മുസ്ലിമീങ്ങളായിട്ട് അവരെ കൂടെ നിൽക്കണം. അതുവരെ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് GCC രാഷ്ട്രങ്ങൾക്ക് പേടിയാണ് ഇവരെങ്ങാണ്ട് യുദ്ധം ചെയ്യൂ എന്ന്. മറ്റു പലർക്കും പേടിയാണ്. അതുകൊണ്ട് നിലപാടെടുക്കാൻ കഴിയുന്നില്ല. വലാ യസാലുന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനികും ഇനിസ്തതാഉ, അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളെ മതത്തിന്റെ ചൈതന്യത്തിൽ നിന്ന്, അതിന്റെ റൂഹിൽ നിന്ന്, അതിന്റെ ഡെഡ് ബോഡി അവിടെ ഇരുന്നോട്ടെ. മയ്യത്ത് കുഴപ്പമില്ല, മയ്യത്ത് പ്രശ്നമല്ല. മതത്തിന്റെ മയ്യത്തുണ്ടല്ലോ, ഡെഡ് ബോഡി, അത് കുഴപ്പമില്ല. അതിന് ജീവൻ കിട്ടുന്ന ഇസ്ലാമിക വീക്ഷണമുണ്ട്, ഇസ്ലാമിന്റെ വിഷൻ, ഇസ്ലാമിന്റെ ദൗത്യമുണ്ട്, ഇസ്ലാമിന്റെ മിഷൻ, ഇസ്ലാമിന്റെ പ്രതിനിധീകരണമുണ്ട്, ഇസ്ലാമിന്റെ റെപ്രസെന്റേഷൻ. ഈ വിഷനും മിഷനും റെപ്രസെന്റേഷൻ നിങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആ ഡെഡ് ബോഡിയുമായി, ഇസ്ലാമിന്റെ ശരീരം, ജീവനില്ലാത്ത ആരാധനാഭാവങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ തുടരണം. അത് ആകും വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് സാധിക്കില്ല, അവർ അങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് ആ നിലക്ക് നിങ്ങളും കൂടെ ആയാൽ അങ്ങനെ നിങ്ങൾ ദീന് മുർത്തദ്ദായാൽ, അവിടെ പ്രയോഗം മുർത്തദ്ദാവുക. മുർത്തദ്ദാവാൻ ഒരാൾ ഇസ്ലാമിനെ തള്ളി പറയേണ്ടതില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയത് മുർത്തദ്ദ പറഞ്ഞാൽ ഇസ്ലാമുമായി എനിക്കൊരു ബന്ധമല്ല, ഞാൻ ഇസ്ലാം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ എക്സ് മുസ്ലിമായി നിൽക്കുന്ന ഈ ഗതികേടല്ല. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് വിരോധം പ്രഖ്യാപിച്ചിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയാണ് അതിന് ശരിയായ അവസ്ഥ. അതിനവർക്ക് അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ അകത്ത് കുറെ മുർത്തദ്ദുകളുണ്ട്. എന്താ പ്രശ്നം? അവർ ഇസ്ലാമിന്റെ ബോഡിയെ കൂടെ കൊണ്ട് നടക്കുന്നു. മയ്യത്തായ ഇസ്ലാം ഉണ്ടല്ലോ, ശരീരം, ആർത്തല മയ്യത്ത് എന്ന് പറയാം, ശരീരത്തെ കൊണ്ട് നടക്കുന്നു. ഇസ്ലാമിന് വേണ്ടി അവർ നിലകൊള്ളില്ല, ഇസ്ലാമിക നിലപാടുകൾ സ്വീകരിക്കില്ല. മുസ്ലിം സമുദായത്തിന്റെ മുഖ്യ പ്രശ്നങ്ങളുടെ പ്രശ്നമേ അല്ല. ഇസ്ലാമും മുസ്ലിമീങ്ങളും മുഖ്യ വിഷയമായിട്ട് വരില്ല. അവിടെ രാഷ്ട്രീയ നിലപാടിലോ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക നിലപാടിലോ അത് വരില്ല. അവിടെ കുടുംബരംഗത്തും വരില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ആ അർത്ഥത്തിൽ അൻദീനിഹി, ആർ അവന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദാകുന്നുവോ അവൻ കാഫിറായിട്ടേ മരിക്കൂ. ഇത് ദീൻ വിട്ടു പോയിട്ട് കുഫർ പ്രഖ്യാപിച്ച ആളെ കുറിച്ചല്ല, ഇത് ദീനിനകത്ത് നിന്നുകൊണ്ടിരിക്കുക മുർത്തദ്ദായി പോയ ആളുകളെ കുറിച്ചാണ്. കാഫിറായിട്ടേ മരിക്കൂ. അവർ ഈ ഹലോകത്തിലെ പ്രവർത്തനങ്ങളും ഹബിത്തത്ത് പൊളിഞ്ഞു പോകും. പരലോകത്തേക്ക് വേണ്ടി കുറെ നിസ്കരിച്ചു, കുറെ റക്അത്തുകൾ തികച്ചു, ഖത്മ് പൂർത്തിയാക്കി, ദിക്റും സ്വലാത്തും എണ്ണപ്പെരുക്കത്തിൽ അവൻ ഇങ്ങനെ നിഗളിച്ചു. അതെല്ലാം പരലോകത്തേക്ക്, പക്ഷെ അതെല്ലാം ഹബിത്തത്ത് പൊളിഞ്ഞു പോകും. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിലാണ്, അവർ നരകവാസികളാ. സൂറ ബഖറ 200. ഈ 3 ആയത്തും ബുദ്ധിയുള്ളവർ പഠിക്കട്ടെ. ഇത്തിരി പേടി വരും, ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും ബോധ്യമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ശത്രുക്കളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരും അവിടെ ദീനിൽ നിന്ന് പുറത്താകുന്ന, കുഫർ കൊണ്ട് നടക്കുന്ന, ദുരന്തം ഏറ്റുവാങ്ങാൻ പോകുന്ന ആളുകളെ പഠിപ്പിച്ചിരിക്കുന്നു. ഇതാണ് പ്രത്യക്ഷ ശത്രുവിനെ കുറിച്ച് പറഞ്ഞിടത്ത് അവരോട് സഹകരിക്കുന്ന മുസ്ലിമീങ്ങളെയും കൂടി ചേർത്ത് അവിടെ പരിണിതി ഫലവും പറഞ്ഞ ആയാത്തുകൾ. ഇത് രണ്ടാമത് വിഭാഗം പരോക്ഷ ശത്രുക്കളാണ്. പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ എതിരല്ല, സംഘപരിവാരം പോലെ അവർ എതിരല്ല. സംഘപരിവാരം പരസ്യമായി മുസ്ലിമീങ്ങളുടെ എതിരാളികളാണ്, അങ്ങനെ എതിരല്ല. എന്നാൽ അവരുടെ നിലപാട് മൊത്തം ഇസ്ലാമിനെതിരായിരിക്കും. ആത്യന്തികമായി ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്തുന്ന, മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുന്ന,
സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന, സമുദായത്തിന് പിന്നെ ഭീഷണിയാവുന്ന സംഘപരിവാരത്തിൻ്റെ ശ്രമങ്ങൾക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇതെന്നാ തുടങ്ങിയത്? ഇത് ആദ്യകാലത്ത് ഇല്ല, അന്നത് അമൂർത്തമായിട്ടാണ്. അങ്ങനെ ചരിത്രകാരൻ അന്നത് അമൂർത്തമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു സംഘടനയായിട്ടൊന്നുമില്ല. പിന്നീട് തുടങ്ങിയത് കോളനിവൽക്കരണത്തിൻ്റെ കാലത്താണ്. കോളനൈസേഷൻ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ കോളനിവൽക്കരണത്തിൻ്റെ കാലത്ത് അവരുടെ നിലപാടിൻ്റെ ഭാഗമായി ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി. എന്താ ഡിസ്ക്രിമിനേഷൻ? വിവേചനം. നിറത്തിൻ്റെ പേരിൽ വിവേചനം, വർഗത്തിൻ്റെ പേരിൽ വിവേചനം, ദേശത്തിൻ്റെ പേരിൽ വിവേചനം, വംശത്തിൻ്റെ പേരിൽ വിവേചനം, മതത്തിൻ്റെ പേരിൽ വിവേചനം. അങ്ങനെ ഡിസ്ക്രിമിനേഷനോട് കൂടി കോളനിവൽക്കരണം വ്യാപകമായ ആ കാലഘട്ടത്തിൽ കുറേ ഈസങ്ങളുണ്ടായി. അത് പഴയ കാലത്ത് ഈ പേരിലില്ല. ഈ നിലപാടൊക്കെ തെളിഞ്ഞൊക്കെ ഉണ്ടാവാം. പക്ഷെ മൂർത്തമായ സംഘടനാഭാവം കൈവരിക്കുന്ന തത്വങ്ങൾ രൂപീകരിച്ച് ഗ്രന്ഥങ്ങൾ ഉണ്ടായി അതിൻ്റെ അടിത്തറയിൽ നിലകൊള്ളുന്ന കൂട്ടായ്മകളായി മാറുന്ന അവസ്ഥ ഈ കോളനിവൽക്കരണത്തിന് ശേഷമാണ് ഉണ്ടായത് എന്ന് ഈ ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നു. അത്തരത്തിൽ വന്ന സംവിധാനങ്ങൾ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളല്ല, പരോക്ഷ ശത്രുക്കളാണ്. അവർ ഉള്ളുകൂടി ഇസ്ലാമിൽ ടാർഗറ്റ് ചെയ്യും. ആരൊക്കെയാണ് അവർ? അദ്ദേഹം എടുത്തു പറയുന്നു. ഒന്ന്, മതേതരത്വം. നമ്മുടെ നാട്ടിലെ മതേതരത്വമല്ല, അത് എല്ലാ മതങ്ങളും തുല്യ പ്രാധാന്യം എന്നാണ് കാഴ്ചപ്പാട്. അങ്ങനെയല്ല നടക്കുന്നതെങ്കിലും പക്ഷെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇത് പാശ്ചാത്യൻ സെക്കുലറിസമാണ്, അത് മതനിരാസമാണ്, മതനിരാസം. രണ്ട്, അസ്തിത്വവാദം. പ്രപഞ്ചം തന്നെ അർത്ഥശൂന്യമാണ്, സൃഷ്ടിച്ച ഒരു നാഥനൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഒരു ദർശനവും ഒരു നിയമവും ഒരു ധാർമ്മികത നമ്മൾ പാലിക്കേണ്ടത് എന്ന് വാദിക്കുന്ന കൂട്ടം. അതിനാണ് നിരീശ്വരവാദം, നിർമ്മതവാദം, യുക്തിവാദം ഒക്കെ ഉണ്ടാവുന്നത്. മൂന്നാമതായി കമ്മ്യൂണിസം. ശുദ്ധ ഇസ്ലാം വിരുദ്ധ മതവിരുദ്ധ രീതിയാണ് അതിൻ്റെ അടിസ്ഥാനം. ആർക്കാണ് അറിയാത്തത്? നാലാമതായി ഫ്രീ മെയ്സണറി, അഥവാ പുരുഷ സംവിധാനത്തിന് മേൽക്കൈയുള്ള സംവിധാനം. അഞ്ചാമതായി ഫെമിനിസം, സ്ത്രീ ഇഷ്ടങ്ങൾക്ക് മേൽക്കൈയുള്ള സംവിധാനം. അതങ്ങ് വളർന്ന് പിന്നെ അൾട്രാ ഫെമിനിസ്റ്റ് സംവിധാനക്കായി മാറിയ കാലമാണ്. അവസാനമായി ലിബറലിസം, അഥവാ സ്വതന്ത്രതാവാദം. നമ്മുടെ ഇഷ്ടാനുസാരം ജീവിക്കണം. നിങ്ങൾ മതം പറയാൻ പാടില്ല, ദർശനം പറയാൻ പാടില്ല, നിയമം പറയാൻ പാടില്ല, പാരമ്പര്യം പറയാൻ പാടില്ല, മുതിർന്നവരുടെ കാഴ്ചപ്പാട് പറയാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങി ഇപ്പോഴത്തെ അൾട്രാ ലിബറലിസ്റ്റ്, ക്ലാസിക്കൽ ലിബറലിസ്റ്റ്, നെവ ലിബറൽ ചിന്താഗതികളായിട്ട് വളർന്നിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ കൊളോണിയൽ സംവിധാനത്തിൻ്റെ തുടർച്ചയിൽ ഉണ്ടായി എന്നാണ്. ഇത് പഠിക്കാതിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഏത് വഴിക്ക് സഞ്ചരിക്കുന്നു മനസ്സിലാകാതെ പോകും. ഇന്ന് നേരെ ചൊവ്വേ യുവതലമുറയെ നോക്കി നെടുനിശ്വാസം വിടുന്ന ഏതെങ്കിലും മഹല്ല് അധികാരികളോ കുടുംബനാഥന്മാരോ കാരണവന്മാരോ ഉണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന മുഖ്യ പ്രശ്നം ഇതാ. ഈ പരോക്ഷ ശത്രുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അതിൻ്റെ കൂടെ അതിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി, അതിൻ്റെ നിറം നേടി, അതിൻ്റെ കൊടി നേടി, അതിൻ്റെ അംഗത്വം നേടി, അതിൻ്റെ സംഗതികളായിട്ട് അങ്ങനെ മാറിയപ്പോൾ ഇവരിൽ നിന്ന് ഇസ്ലാമിനെ എങ്ങനെ ചോർത്തിക്കളഞ്ഞെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് ഇത് പഠിക്കണം. ഇതൊരറിവായിട്ട് നിന്നിട്ട് ആ അറിവിനെ മൂർത്തമാക്കി ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചെടുത്തെങ്കിലേ സ്കൂൾ തുറക്കാൻ പോകുന്ന കാല, വിദ്യാഭ്യാസം തുടങ്ങാൻ പോകുക, വിദ്യാഭ്യാസ വർഷം. നമ്മളിങ്ങനെ സാധാരണ പാടിപ്പടഞ്ഞ രീതി മാത്രം മുന്നോട്ട് പോയിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയും പള്ളി നിസ്കരിക്കാൻ വരില്ല. അങ്ങനെയാണ്, അങ്ങനെ സംഭവിക്കും. അവന് ദീനുമില്ല, ദുനിയാവുമില്ല. കോളേജിൽ പിന്നെ അതുമില്ല. വളരെ അപൂർവം ചില മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിച്ച് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഈ വക ബോധങ്ങൾ നൽകിയവർ മാത്രം രക്ഷപ്പെടും. അല്ലാത്തവർ പലപ്പോഴും നിസ്കരിക്കൂല. നിസ്കരിക്കാത്ത മക്കളെ ഊട്ടുന്ന ഉമ്മമാർ, നിസ്കരിക്കാത്ത മക്കളെ പോറ്റുന്ന ബാപ്പമാർ, നിസ്കരിക്കാത്ത മക്കളെ ചതിയിൽ ഒരു നല്ല മുസ്ലിം സ്ത്രീയെ കൊണ്ട് കെട്ടിക്കുന്ന ചതി എന്ന കാരണവന്മാർ, അതിനെ കൂട്ടിക്കുന്ന മഹല്ല് ഭാരവാഹികൾ, ഇതൊക്കെ ഈ സമൂഹത്തിൽ ധാരാളമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ലിബറലിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗമായിട്ട് സ്വവർഗരതിക്കും സ്വയം ഭോഗത്തിനും വിധേയമായി പോയ ആണും പെണ്ണും സ്വാഭാവികമായ ദാമ്പത്യ ജീവിതം സാധ്യമാവാതെ കല്യാണം 4 മാസമാകുമ്പോൾ തലാക്കാകുന്ന അവസ്ഥ സംഭവിക്കുന്ന പുതിയ പശ്ചാത്തലം ഇത് വീട്ടകത്തും നാട്ടിലും ഗ്രാമത്തിലും വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ കാര്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം പുതിയ കാലത്ത് പഠന വിഷയമായി ഇസ്ലാമിക ലോകത്ത് വരുന്നതും. അതുകൊണ്ടാണ് മിമ്പർ ഇത് സംഗതമായി തീരുന്നത്. നിങ്ങൾ അറിയണം, ഈ പ്രത്യക്ഷ ശത്രു പ്രത്യക്ഷമായി തന്നെ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും മുസ്ലിമീങ്ങളിൽ. പരോക്ഷ ശത്രു പ്രത്യക്ഷമായി രംഗത്ത് വരില്ല. അവനുള്ളിലൂടെ ഇസ്ലാമിക സമൂഹത്തെ ടാർഗറ്റ് ചെയ്യും, അതിനെതിരെ പണിയെടുക്കും. ഇസ്ലാമിക സമുദായത്തിലേക്ക് ഈ പരോക്ഷ ശത്രു അഥവാ പ്രത്യക്ഷമായി രംഗത്തില്ലാത്ത ഈ ശത്രു കടന്നു കയറാൻ സ്വീകരിക്കുന്ന രീതികൾ കൂടി മനസ്സിലാക്കണം. അതിലൊരു രീതി, ചില അന്താരാഷ്ട്ര മാനുഷിക സംഘടനകൾ മുസ്ലിം സമുദായത്തിന് ചാരിറ്റി കൊടുക്കും, പൈസ കൊടുക്കും, സ്ഥാപനങ്ങൾ നടത്താൻ, വിദ്യാഭ്യാസം നടത്താൻ, യതീംഖാന നടത്താൻ, അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ,
അതിനൊക്കെ ഫണ്ട് കൊടുക്കും. ഫണ്ട് കൊടുക്കുന്ന ഏജൻസിയുടെ അങ്ങേയറ്റത്ത് ആരാന്ന് ഇവർ ചിന്തിക്കൂല. അത് പ്രത്യശത്രുവുമാകാം പരശത്രുവുമാകാം. യഹൂദന്റെ വരെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന മതസംഘങ്ങൾ കേരളത്തിലുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അപ്പൊ യഹൂദൻ വരെ ജൂത സൈനിസം വരെ ഫണ്ട് കൊടുക്കും. അങ്ങനെ ഈ അന്താരാഷ്ട്ര മാനുഷിക സംഘടനകൾ നൽകുന്ന ചാരിറ്റിയിലൂടെ, അവർ നൽകുന്ന സാമൂഹിക സഹായങ്ങളിലൂടെ, അവർ നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിലൂടെ, പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് കൊടുക്കുന്ന അത്തരം സംവിധാനങ്ങൾ സേവനത്തിന്റെ സഹായത്തിന്റെ ചാരിറ്റിയുടെ മറവിൽ അവരുടെ ഉപാധികൾ പാലിക്കണം. ADB ഫണ്ട് നമ്മൾ വാങ്ങിയാൽ ADBയുടെ വകുപ്പ് നിയമങ്ങൾ പാലിക്കണല്ലോ. IMFന്റെ ഫണ്ട് നമ്മുടെ രാജ്യം വാങ്ങിയാൽ, സ്റ്റേറ്റ് വാങ്ങിയാൽ IMFന്റെ ഉപാധികൾ പാലിക്കണം. ഇതാർക്കാണ് അറിയാത്തത്? അപ്പോൾ അങ്ങനെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവർ പണം കൊടുക്കും. അത് വാങ്ങാൻ മുസ്ലിം സമുദായത്തിലെ നല്ല 1% ഭൗതികന്മാർ തയ്യാറാകും. അവർ ഇസ്ലാമിൻ്റെ വേഷധാരികളായിരിക്കെ തന്നെ. മുസ്ലിയാർ പട്ടവും മൗലവി പട്ടവും ഒക്കെ അവർക്ക് ചേരും. അവർക്ക് സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് ആസ്തികൾ ഉണ്ടാവണം, അവർക്ക് മേൽക്കൈ ഉണ്ടാവണം, അവർക്ക് ആളുകളെ വിലക്കെടുക്കാൻ വിവിധങ്ങളായ മാർഗം സ്വീകരിക്കാൻ പണം ആവശ്യമാണ്. പണക്കൊഴുപ്പ് കൊണ്ട് മാത്രമേ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയൂ. അങ്ങനെ സ്വാധീനമുണ്ടായാൽ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാം. അതുകൊണ്ട് അവർ ഈ ഫണ്ട് വാങ്ങും. അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം, സ്വത്വം, ഈമാൻ, സംസ്കാരം, അതിനെ ലക്ഷണമൊത്ത മുസൽമാന്മാരായി പരിവർത്തിപ്പിക്കേണ്ട നിയോഗം വരെ കളഞ്ഞു കുളിച്ച ആളുകൾ ഈ പണിയിൽ വീണുപോകും. ഇങ്ങനെയാണ് ഈ പരോക്ഷ ശത്രുക്കളും പ്രത്യശത്രുക്കളും മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കുന്ന ഒരു രണ്ടാമത്തെ രീതി. മതങ്ങളെ ഭിന്നിപ്പിക്കും, ബോധപൂർവം തമ്മിൽ അടിപ്പിക്കുകയും ചെയ്യും. അതിനവർ ചില തന്ത്രങ്ങളെ സ്വീകരിക്കാം. ആ തന്ത്രങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്ക് നല്ല കാര്യമായി തോന്നും. അതുകൊണ്ട് മതങ്ങളൊക്കെ ഒന്നായിട്ട് നിൽക്കുക, മതങ്ങളൊക്കെ സമന്വയിച്ച് നിൽക്കുക. അപ്പോൾ അബ്രഹാമുമായി ബന്ധമുള്ള എല്ലാ മതങ്ങളും ഒന്നിച്ച് നിൽക്കട്ടെ, നല്ല ആശയമാണ് കേൾക്കുമ്പോൾ. കാരണം അബ്രഹാമുമായി ബന്ധമുള്ള മതമാണ് യഹൂദ മതം, ക്രൈസ്തവ മതം, അതുപോലെ തന്നെ മുസ്ലിം മതം. പ്രബലമായി ഈ 3 മതങ്ങളും അബ്രഹാമി മില്ലത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അബ്രഹാം അക്കോഡ് പാസ്സാക്കി. അതിൽ പലരും ഒപ്പിട്ടു. UAE ഒപ്പിട്ട്, ബഹ്റൈൻ ഒപ്പിട്ട്, ഈജിപ്ത് ഒപ്പിട്ട്, സൗദി ഒപ്പിടാൻ പോയപ്പോൾ എന്തോ സംഭവിച്ചു, അവസരം കിട്ടി ഇനി ഒപ്പിടാൻ നിൽക്കുന്നു. അങ്ങനെ അബ്രഹാം അക്കോഡ്. ഫലത്തിൽ എന്താ ഉദ്ദേശം? അതിൻ്റെ പിന്നിലെ ചതിയെക്കുറിച്ച് വളരെ കൃത്യമായി ഇസ്ലാമിക ലോകം മുൻപേ അറിയിപ്പ് തന്നതാണ്. ഫിലസ്തീൻ ഇല്ലാതാക്കലാ ഉദ്ദേശം. അതുകൊണ്ട് അബ്രഹാമി പ്രദേശം നിലക്ക് ഈ പറയുന്ന ഫിലസ്തീൻ്റെ മണ്ണ് മൊത്തം ഇസ്രായേലിന്റെ കയ്യിലാക്കി കൊടുക്കലാണ്. അമേരിക്കയും ഇസ്രായേലും കൊണ്ടുവന്ന വ്യവസ്ഥയാണ്. അതിൽ ഒപ്പിട്ടു ഇസ്ലാമിൻ്റെ ആളുകൾ. അപ്പം മതസമന്വയത്തിന്റെ പേരും പറഞ്ഞിട്ട് അവർ രംഗത്ത് വരും. ഇതേ രീതി കേരളത്തിൽ വരെ കാണാം. സർവമത സത്യവാദം പറഞ്ഞിട്ട്, സർവമത സത്യവാദത്തിന് വേണ്ടി തഫ്സീർ എഴുതിയ ഒരു മൊയ്ലിയാർ കുട്ടി നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയാണ്. ഇപ്പോൾ ബലി വരുന്ന ആളെ ഇപ്പോൾ ബലി അറുക്കേണ്ടതില്ല എന്ന് വരെ വാദം ഉന്നയിച്ചത്. അതിനും കുറച്ച് ആളുകളൊക്കെ കൂടെയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടും. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ട് നമ്മൾ ആൾക്ക് ഇളക്കം പറ്റും. അവൻ്റെ ഈമാൻ പൊളിയും. അതൊന്നും അവർ മനസ്സിലാക്കില്ല. അപ്പോഴും നിസ്കരിക്കാൻ ഈ ആൾ പള്ളിയിൽ വരുന്നുണ്ടാവും, കുത്തുബ കേൾക്കുന്ന 25 മിനിറ്റ് അധികമായി പോകാൻ പാടുള്ള നിർബന്ധം ഉണ്ടാവുള്ളൂ. ആഴ്ച ദിവസമാണ് വരിക, അത് 25 മിനിറ്റ് ആയിരിക്കണം. അതിലപ്പുറത്ത് ഇയാൾ വേറൊന്നും കേൾക്കാനും പഠിക്കാനും പോവില്ല. പിന്നെ വല്ലതും കേൾക്കുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ വക കാര്യങ്ങൾ മാത്രമായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഒരു വകതിരിവ് നേടൂല, മെമ്പർ അതിന് പര്യാപ്തമാവില്ല. ഇതൊക്കെ നമ്മുടെ സമുദായത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ അത് കയറും. ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താ? തെറ്റിദ്ധാരണകൾ പരത്തുക, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വളച്ചൊടിക്കുക, ഇസ്ലാമിൻ്റെ മാനുഷിക മൂല്യങ്ങളെയും തത്വങ്ങളെയും അപഹസിക്കുക, അവഹേളിക്കുക, ഇസ്ലാമിൻ്റെ പൈതൃകത്തെ തന്നെ കൊഞ്ഞനം കുത്തുക, അറബി ഭാഷയെ ഒരു കാര്യത്തിന് ഉപകരിക്കാത്ത ഭാഷയെന്നോണം, നികൃഷ്ടമായ ഭാഷയെന്നോണം ബോധപൂർവം തന്നെ പ്രചരിപ്പിക്കും. കഴിവുകെട്ട ഭാഷയായി, അപര്യാപ്തതയുള്ള ഭാഷയായിട്ട് വ്യാഖ്യാനിക്കുക. അങ്ങനെ അവർ ഇങ്ങനെ ചില പണികൾ മറുഭാഗത്ത് നടത്തും. അപ്പോൾ ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ മോശമാണെന്ന് നിസ്കരിക്കുന്നവന് തോന്നും. ഇസ്ലാമിൻ്റെ വൈവാഹിക നിയമം മോശമാണെന്ന് തോന്നും. ബഹുഭാരിത്വം എന്തിനാണ് ഇസ്ലാം പറഞ്ഞത് വരെയും ചിന്തിക്കും. ബഹുഭാരിത്വം ഇസ്ലാം ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ആ വക കാര്യങ്ങളൊക്കെ ഇവന് മോശമായി തോന്നും. ഈ നിസ്കരിക്കുന്ന ബാപ്പാക്കും നിസ്കരിക്കുന്ന ബാപ്പാൻ്റെ മകനും മകൾക്കും തോന്നും. നിസ്കരിക്കുന്ന ബാപ്പാക്ക് തോന്നില്ല വിചാരിക്കുക, എന്നാൽ നിസ്കരിക്കുന്ന ബാപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കൾക്ക് തോന്നും. അങ്ങനെ ഈ അവഹേളനവും പരിഹാസവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞാടുമ്പോൾ ഇസ്ലാമിനോട് തന്നെ ഒരു അതൃപ്തി, അതിനോട് കൂറില്ലായ്മ, ഒരു തരം വഷളത്വം പോലെ തോന്നുക, മാപ്പുസാക്ഷിയായി നിൽക്കുക, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ആർജവല്ലാതിരിക്കുക. ഇങ്ങനെ ഇസ്ലാമിനെ ചോർത്തിക്കളയും ശത്രുക്കൾ. മൂന്നാമതിനെന്താ? രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രത്യക്ഷമായി തന്നെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്ന പണി വോട്ടിന് വേണ്ടി ചെയ്യുക. ദുരന്തം ഈ പ്രത്യശത്രുക്കളല്ല, പരോശത്രുക്കൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സംഘപരിവാരൻ വോട്ടിന് വേണ്ടി പക്ക രാഷ്ട്രീയം പറയും, വർഗീയത പറയും, മതവിദ്വേഷം നടത്തും. ഓരോ ഫേസിൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെയും നടന്നിരിക്കുന്ന അത്തരം പ്രഖ്യാപനങ്ങൾ. എന്നാൽ പരോക്ഷ ശത്രുക്കളായ ആളുകളോ, അവർ കുറെ കാലമായി കേരളത്തിൽ ഉൾപ്പെടെ
മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഇത് മെയ് മാസമാണ്. ഭീമാപ്പള്ളി വെടിവെപ്പ് കഴിഞ്ഞ് 15 കൊല്ലം തികഞ്ഞു. ഈയുള്ളവനെന്ന് പാളയത്ത് ഇമാമ 6 പേർ തൽക്ഷണം കൊല ചെയ്യപ്പെട്ടു. മുസ്ലിം പക്ഷം ഒരു പ്രായപൂർത്തിയാത്ത പയ്യൻ ഉൾപ്പെടെ. ആ വെടിവെപ്പിൽ ഇരയായ 3 പേർ പിന്നീട് മരിച്ചു. 9 പേർ മരിച്ചു. 15 കൊല്ലമായിട്ട് കനം വെച്ച മൗന. അന്ന് ഭരിച്ച അച്യുതാനന്ദൻ സർക്കാരാണ്. എന്താ പറഞ്ഞ ന്യായം, എഴുതി വെച്ച ന്യായം എന്താ? ഇവർ റോക്കറ്റ് ലോഞ്ചറുമായിട്ടൊക്കെ ഒരു വിഭാഗത്തെ ആക്രമിക്കാൻ ചെന്നു എന്നാ. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ന്യായങ്ങളാണ് വെടിവെക്കാൻ ന്യായമായി പറഞ്ഞു വെച്ചത്. വെടിവെപ്പിന് കൽപ്പന കൊടുത്ത ആൾക്ക് നല്ല പ്രമോഷൻ ഉയർച്ചയും കിട്ടി. ആദ്യം സസ്പെൻഷനായി, പിന്നെ പ്രമോഷനായി, ഇപ്പോൾ വലിയ അംഗീകാരമായി. ഇതൊക്കെ നടക്കുക ഒരു കേരളത്തിൽ. സെക്കുലർ സംവിധാനങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ ഒരു വിഭാഗം കേരളം കണ്ട ഏറ്റവും വലിയ ആക്രമണം, കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധ ആക്രമണം. അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ഒരു മിണ്ടാട്ടമില്ല. ഇടതനും മിണ്ടില്ല, വലതനും മിണ്ടില്ല. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ സുഖലോലുപതിൽ ഇരിക്കുന്ന മുസൽമാൻ മനസ്സിലാക്കണം, നീ ഖുർആനെ ശരിക്കും വായിക്കണം, പാഠങ്ങൾ ശരിക്കും പഠിക്കണം, നിന്നെ മുമ്പിൽ നടന്നു വന്ന സമ്പത്തുകളെ അറിയണം. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഹാദിയ കേസ് 1.5 മാസക്കാലം ഹാദിയ വിഷയത്തിൽ സംഘപരിവാരത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും നടപ്പാക്കി കൊടുക്കുന്ന ഒരു ഭരണകൂട നിലപാട് നമ്മൾ കണ്ടു. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ ഹാദിയ വിമോചിതയായി. ആ സഹോദരി ഇപ്പോഴും മാന്യമായി ജീവിക്കുന്നു. നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ആദ്യം മുഖം നോക്കണ്ട, നീതിയായിരിക്കണം നടപ്പാക്കേണ്ട. നിങ്ങൾ മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കണ്ട, പക്ഷെ നിങ്ങൾ നീതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണ്ടേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രാഷ്ട്രീയ കൊലകൾ നടക്കുന്ന രാജ്യത്ത് ഓരോ കൊലപാതകത്തിലും നിങ്ങൾ നോക്കൂ, പ്രോസിക്യൂട്ടർമാർ കൊല ചെയ്യപ്പെട്ട ആളുകൾ മുസൽമാന്മാരാണെങ്കിൽ എടുക്കുന്ന നിലപാട് വേറെയാണ്. അതുകൊണ്ട് ആ കേസ് തോറ്റുപോകും, ശരിയായ വിധി വരില്ല, ശിക്ഷയും വരില്ല. എന്നാൽ വർഗീയ പക്ഷങ്ങൾ പ്രതിയും വാദിയുമായ അത്തരം കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിന് പരിചയമാണ്. ഞാൻ മുമ്പെന്ന പേരുകൾ പറയുന്നില്ല. അതിലൊക്കെ മറുപക്ഷ വർഗീയതയുടെ ആളുകളെ സംരക്ഷിക്കും വിധമുള്ള നിലപാട് സ്വീകരിച്ച് ആ കേസിൽ പേര് ചേർത്ത മുഴുവൻ ആളുകൾക്കും നേരെ വധശിക്ഷ വിധിക്കാൻ മാത്രം കേരളത്തിലെ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ സംസാരിക്കും. പിന്നീട് അവർ തന്നെ പറയുന്ന വോയിസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ സംഘപരിവാരത്തിൻ്റെ പ്രവർത്തകരാണ്. ഇതെല്ലാം സെക്കുലർ രാഷ്ട്രത്തിൽ സംഭവിക്കുന്നതാ. അതുകൊണ്ടാ പ്രശ്നം. ഇത് യു.പിയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവിടെ കേസിൽ FIR-ൽ പേര് വന്ന സകല മുസൽമാന്റെയും വീട് ബുൾഡോസ് തകർക്കുന്ന ആ രീതി നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് കേരളത്തിലാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പാ, പലർക്കും വെറുപ്പാ. പക്ഷെ ഇത് പറയാൻ കുറ്റവാളിയായി പോകും. സത്യം എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് പറയണ്ടേ? അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾ ചിന്തിക്കേണ്ടതില്ലേ? അപ്പോൾ ആ രീതിയിലുള്ള നിലപാടുകൾ നിരന്തരമായി തുടരുന്നു. സംവരണ അട്ടിമറി അങ്ങനെയാണ്. 10% സവർണരിലെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി സംവരണം ഏർപ്പെടുത്തി ആദ്യമായിട്ട് ഇന്ത്യയിൽ കേരളം. എന്നിട്ട് BJP വെല്ലുവിളിച്ചു, ഞങ്ങൾ നടത്തി, ഞങ്ങൾ നടപ്പാക്കാൻ പറ്റുക. എന്നിട്ടോ ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയത്? ഒരു പഠനവുമില്ല. എന്നാൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്? മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ മതിയായ അളവും സ്ഥലവും വീടുമുള്ളവന് വരെ ഈ സംവരണം കിട്ടും. അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ SC ST OBC സംവരണം കീഴ്മേൽ മറിഞ്ഞു. ആരും മിണ്ടുന്നില്ല, പാർട്ടിക്കാർ വരാനങ്ങുന്നില്ല. ആ രീതിയിലൊക്കെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഇതാ അവസാനമായ ആശയ നിയമനത്തിൻ്റെ ഭാഗമായി നിയമനം കൊടുക്കേണ്ടി വരുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ സംവരണത്തിലെ നമ്പർ അതിനുപയോഗിക്കാൻ വേണ്ടി പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു. അങ്ങനെ മൊത്തം ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാമ്പത്തികമായ ഉദ്യോഗസ്ഥപരമായ ഉയർത്തെഴുന്നേൽപ്പിനെ തടഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നു. സച്ചാർ കമ്മീഷൻ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. ഇന്ത്യൻ ഭരണകൂടം നിശ്ചയിച്ച കമ്മീഷനാണ്. ഇത്തിരി മെച്ചം കേരളത്തിൽ മാത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ 80-20 ഇക്വേഷൻ സ്വീകരിച്ചു. 80% മുസ്ലിം സമുദായത്തിൽ നിന്നും 20% മറ്റു സമുദായത്തിൽ നിന്നും കൊടുക്കാൻ തീരുമാനിച്ചു. ആ 80-20 ഇക്വേഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പക്ഷപാതികളായ വർഗീയ നിലപാടുള്ള ക്രൈസ്തവ സമൂഹത്തിലാണ് രംഗത്ത് വന്നു. നിരന്തരമായ പ്രൊപ്പഗണ്ട നടത്തി. എല്ലാ മുസ്ലിമീങ്ങൾക്കാണ് അങ്ങനെ പ്രചരിപ്പിച്ചു. ഭരണകൂടം മിണ്ടിയില്ല. മിണ്ടേണ്ടതല്ലേ നിങ്ങൾ? അങ്ങനെയല്ല വസ്തുത. ശരിക്കും 100% അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ 80-20 ആക്കിയിരിക്കുകയാണ്. ആ 20 പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, 80 ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ടടുത്ത് പറയാതെ കുറേ കാലം കഴിച്ചുകൂടെ അവസാനം അതങ്ങ് റദ്ദാക്കി. എന്നിട്ട് ആ സംവരണത്തെ അട്ടിമറിച്ചു, അത് നിർത്തലാക്കി. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് ആനുകൂല്യത്തിന് പുതിയ കമ്മീഷൻ വെച്ച് പഠനം നടത്തി റിപ്പോർട്ട് വരാനിരിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രഖ്യാപനങ്ങൾ വരും, കാത്തിരുന്ന് കൊള്ളുക. ഇങ്ങനെയൊക്കെയാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും ഉള്ളടക്കം വർഗീയമാണെന്ന വർത്തമാനം.
ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകം ചില അജണ്ടകൾ, കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി. ശരിക്കും മനുഷ്യരെ വർഗം തിരിച്ച്, പക്ഷം തിരിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കൽ രാഷ്ട്രീയ സെക്യുലർ സംവിധാനങ്ങൾ സംഘപരിവാരത്തിനാകാം. അവർക്ക് കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടാം, കുഞ്ഞൂഞ്ഞിനെ ചൂണ്ടാം, കുഞ്ഞുമാണിയെ ചൂണ്ടാം. പക്ഷേ ഇതൊരു സെക്യുലർ സംവിധാനത്തിന് പാടുണ്ടോ? അടുത്ത ഇലക്ഷൻ വന്നപ്പോഴോ അതിനേക്കാൾ ഭീകരമായി. നേരത്തെ അവിടെ കുഞ്ഞൂഞ്ഞും കുഞ്ഞുമാണി ക്രിസ്ത്യാനികളെങ്കിലും ഉണ്ട്, ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറി. ഈ സെക്യുലർ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമീർ ഹസൻ കുഞ്ഞാലി എന്ന ഇക്വേഷൻ സ്വീകരിച്ചു. 3 മുസ്ലിമീങ്ങളാണ്. അങ്ങനെ സംഘപരിവാരത്തിന്റെ വിഭാഗീയ അജണ്ടയെ തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്തി. അതിനാണത്ര സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. മുസ്ലിം ഈ കേരളീയ സാമൂഹ്യ സാംസ്കാരിക സൗഹാർദ്ദ അന്തരീക്ഷത്തെ കെടുത്തി കളയുന്ന വേണ്ടി പണിയെടുത്ത രീതിയിൽ അതിൽ ഈ പറയുന്ന ഇടതുപക്ഷ സംവിധാനങ്ങൾ പങ്ക് എത്ര എന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി പഠന വിഷയമായിട്ട് വരും. അത്രയും ദുരന്തമാണ്. കഴിഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പ് വടകര വന്നപ്പോൾ അവിടെ കാഫിർ സ്ക്രീൻഷോട്ടാണ് ഇപ്പോഴും ചർച്ച. തുറന്ന് പറയുന്നു, ഇത് ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഇന്ന മകനാണ്. പോലീസിൽ ഈ കക്ഷി പരാതി കൊടുത്തിരിക്കുന്നു. ആരുടെ പേരിലാണ് സ്ക്രീൻഷോട്ട്? അയാൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു, സംസ്ഥാന മേധാവിക്കും പരാതി കൊടുത്തു. അയാൾ പ്രസംഗത്തിൽ എന്നിട്ട് പറയുന്നു, ഇത്ര കോടി തരാം ഞാനാണ് തെളിയിച്ചാലെന്ന്. എല്ലാ അന്വേഷണത്തിനും വകുപ്പ് കയ്യിലുള്ള ഭരണകൂടം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യക്ഷ ശത്രുവെ മനസ്സിലാക്കുന്ന പോലെ പരോക്ഷത്വം മനസ്സിലാക്കണം. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒടുവിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ പ്രത്യക്ഷപ്പെട്ടതും ഇതുപോലെ തന്നെ വായിച്ചത്. ആരെയാണ് നിങ്ങൾ അപകീർത്തിപ്പെടുന്നത്? ആരെയാണ് പ്രതിസ്ഥാനത്തുന്നത്? ആരെയാണ് നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സന്ദർഭത്തിലും മുസ്ലിം സമുദായത്തിലെ വഞ്ചകരെയും തട്ടിപ്പുകാരെയും കൂടെ നിർത്തിയിട്ട് മതസംഘടന പിളർത്തുന്ന പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ചില സ്ഥാപനങ്ങളുടെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ അപ്പൊ നമുക്ക് മനസ്സിലായി, ഇന്ന സംഘടനയുടെ ഇന്ന ആളുകൾ ഇന്നവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കാൻ ഇന്നതാണ് കാരണം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ മുസ്ലിം സമുദായത്തെ മൊത്തം പ്രതിസ്ഥാനത്ത് നിർത്താൻ ഉള്ളുകൂടി പണിയെടുക്കുന്ന ഈ പരോശത്രുവിന് മനസ്സിലാക്കണം. അപ്പൊ പ്രത്യശത്രുവും പരോശത്രുവും രണ്ടും ഉണ്ട്. അത് മനസ്സിലാക്കണം. അതിനെതിരെ നിലപാടുള്ളവരായി വളരണം. മുസ്ലിം സമുദായം ഇനി അങ്ങനെ വളർന്നാലേ രക്ഷയുള്ളൂ. പാർട്ടിയുടെ അടിമകളായി ജീവിക്കുന്ന ഒരു മുസൽമാനും ഒരു നിയോഗം നിർവഹിക്കാനില്ല ഇവിടെ. പാർട്ടി മാനിഫെസ്റ്റോ മാത്രം സ്വീകരിക്കുന്ന ഒരു മുസ്ലിമിനും സിറാത്ത് പാലം നേരെ ചെവ കടക്കാൻ കഴിയില്ല എന്നത് വളരെ വിനയപുരസ്സരം, ഒട്ടും അഹങ്കാരമില്ലാതെ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ഉദ്ദേശത്തോട് മാത്രം പറയുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രതിവിധിയെക്കുറിച്ചും ആ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. പ്രതിവിധി 1, ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കണം. ലക്ഷണമൊത്ത മുസൽമാന്മാരെ സൃഷ്ടിക്കണം. അതിന് പ്രാപ്തരായ, ശത്രുവിനെ തിരിച്ചറിയ, ശത്രുവിന്റെ ഗൂഢതന്ത്രങ്ങളെ അറിയുന്ന, അങ്ങനെ ഇസ്ലാമിന്റെ ആദർശ താല്പര്യം മാനിക്കുന്ന, ഇസ്ലാമിന്റെ സാംസ്കാരികമായ തനിമയെ പുലർത്തുന്ന, ഇസ്ലാമിക സമൂഹ നിലനിൽപ്പിന് വേണ്ടി നിലപാടുള്ള ഒരു തലമുറയെ നമ്മൾ വീട്ടിലും മഹലിലും കുടുംബത്തിലും സമൂഹത്തിലും സമുദായത്തിലും വളർത്തിയെടുക്കണം. അതല്ലാതെ രക്ഷയില്ല. അപ്പൊ നമ്മളൊക്കെ മക്കളെ പാർട്ടിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുക. കുറച്ചാകുമ്പോഴേക്ക് ടീനേജ് ആയ പാർട്ടി ആളായിട്ട് മാറണമെന്നാണ്. അങ്ങനെ ബാപ്പ ഒരു പാർട്ടിയുടെ ആളാണ്. ബാപ്പ പാർട്ടി ചേർന്നെന്തിനാ? അന്ന് ബാപ്പാക്കി നാട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ആരോടോ വിയോജിപ്പുണ്ട്. അപ്പൊ അതിനെതിർ പക്ഷത്ത് ബാപ്പ നിന്നു. ബാപ്പ അത്രേ വിചാരിച്ചുള്ളൂ. പല ബാപ്പൻ അങ്ങനെ വിചാരിച്ചതാ. പക്ഷേ മകൻ ഈ കൊടിയാണ് കണ്ടത്. അങ്ങനെ അവൻ ക്യാമ്പസിൽ ഈ കൊടിയുടെ കൂടെയായി. അവന്റെ കാഴ്ചപ്പാട് മാറി, വിശ്വാസം മാറി, സംസ്കാരം മാറി, ദീന് പോയി. ഇപ്പൊ ബാപ്പ കരഞ്ഞാൽ പോലും മകൻ തിരിഞ്ഞു നോക്കൂല. ഇങ്ങനെയുള്ളൊരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നു മുസ്ലിം സമുദായത്തിൽ. അതുകൊണ്ട് മദ്യത്തിനും മയക്കുമെന്ന് ഇടപെട്ട് അങ്ങനെ ലിബറൽ ചിന്താഗതികളുമായി സ്വർഗരതിക്കും സ്വർഗഭോഗത്തിനുമൊക്കെ മുദ്രാവാക്യം വിളിച്ച് അവരിങ്ങനെ നടക്കുക. നമ്മളപ്പോഴും വരുമ്പോൾ ചോറ് വിളമ്പി കൊടുക്കും, നല്ല ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കും, പുസ്തകവും വാങ്ങിച്ചു കൊടുക്കും. ഇതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യതയുണ്ടെന്ന് വിനയപരസ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തിരി കടന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ ഇത്തിരി കടന്ന് പറഞ്ഞാലേ ഇപ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പൊതിഞ്ഞു പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ മക്കളെ, തലമുറയെ, നമ്മുടെ മഹല്ല് സംവിധാനത്തിലെ മുഴുവൻ ആളുകളെയും എഡ്യൂക്കേറ്റ് ചെയ്യാൻ, വിദ്യാഭ്യാസം ചെയ്യാൻ മഹല്ലുകൾക്ക് ബാധ്യതയുണ്ട്. സമുദായ സംഘടനകൾക്ക്, സമുദായ രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ബാധ്യത. അവിടെ താല്പര്യത്തിന് നേതാക്കന്മാർ ഈ അണികളെ ഇങ്ങനെ ഇട്ട് കളിക്കല്ല, അവരെ നല്ല രക്ഷണമൊത്ത മുസൽമാന്മാരാക്കി വളർത്തണം. ഇസ്ലാമിന് കൂടുതലാക്കണം. ഇസ്ലാമിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങളുടെ അവസാനത്തെ അണിയും ഇസ്ലാമിന് കൂടുതലവനായി തീരും. അവൻ നാളെ അപ്പുറത്ത് പോയി നിങ്ങൾക്ക് നേരെ പണി ഉണ്ടാക്കില്ല എന്ന്. മതസംഘം നിർബന്ധം ഉണ്ടാവണം. നിങ്ങളുടെ ശൂറ സംവിധാനത്തിൽ ഒരാളും ഇസ്ലാമിന്റെ ചേരിയിലേക്ക് പോവില്ല ഉറപ്പുവരുത്താൻ. അത്രയും ജാഗ്രത ഈ പുതിയ കാലത്ത് ആവശ്യമാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. വിദ്യാഭ്യാസത്തിന് കാഴ്ചപ്പാടുണ്ട്. നമ്മളെല്ലാവരെയും അങ്ങനെ പറഞ്ഞേക്കാം. +2 കഴിഞ്ഞാൽ, SLC കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ അടുത്തത് എല്ലാം ഒരു ജോലി കിട്ടണം, അത്രയേ ഉള്ളൂ. ജോലി കിട്ടണം എന്ന് വിചാരിച്ച് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ അറിയണം.
ചിലപ്പോൾ അവൻ്റെ 4 അക്കം കൊണ്ടോ 5 അക്കം കൊണ്ടോ നിങ്ങൾ ഇവിടെ ജീവിച്ചേക്കാം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും പരലോകത്ത് ഒരു സഹായികളാവില്ല. നിങ്ങൾ വില കൊടുത്ത് നഷ്ടത്തെ വാങ്ങുന്നവരാ. നിങ്ങൾ വില കൊടുത്ത് നഷ്ടത്തെ. ഇനി അവർ പഠിക്കുന്നത് അങ്ങനത്തെ കോഴ്സ് ആവട്ടെ, നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണം. മക്കളെ ബോധവൽക്കരിക്കണം, കുടുംബ തിരിച്ചറിവ് കൊടുക്കണം, മഹല്ലുകൾ അങ്ങനെ സംവിധാനിക്കണം. മഹല്ല് മിമ്പറുകൾ കൃത്യമായ അപകടത്തെക്കുറിച്ച് പറയണം. ആരെയും തൊടാതെ സംസാരിക്കുന്ന ഇമാമുകൾക്കാണ് വിലയുള്ളത്. എവിടെയും തൊടാതെ വർത്തമാനം പറയുന്നവർക്കേ അംഗീകാരമുള്ളൂ. എത്ര വർഷം, നീണ്ട വർഷമായി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ അവസ്ഥ മാറണം. പള്ളികളിൽ സംവിധാനം, മദ്രസകൾ വെറുതെ കിടക്കുക. രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് വഖഫ് വെറുതെ കിടക്കുക. നമ്മുടെ യുവാക്കളെ പള്ളിയിലേക്ക് വിളിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കും. അങ്ങനെ മതപഠനവും ഭൗതിക പഠനവും സമന്വയിപ്പിച്ച് പോവട്ടെ. നല്ല കാഴ്ചപ്പാടുള്ള മക്കൾ കലാലയത്തിൽ പഠിക്കട്ടെ. അവർ നമുക്ക് നല്ല റിസൾട്ട് നൽകും. അതാണ് ഒന്നാമതായി സ്വീകരിക്കേണ്ടത്. രണ്ടാമത് വഴി എന്താ? ഇത്തരം പ്രത്യക്ഷ ശത്രുവിനോടും പരോക്ഷ ശത്രുവിനോടും ഒരു ബന്ധവും പാടില്ല എന്നാണ്. ആ ബന്ധം നിങ്ങളെ തകർക്കും. ആയത്തുകൾക്ക് സൂറ അൽ മുജാദല ആദ്യ സൂക്തം അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. നമ്മളെ വിളിച്ചിട്ടാട്ടോ, ഇത് നമ്മളെ വിളിച്ച് പറയുന്ന വർത്താന, എന്നെയും നിങ്ങളെയും. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത് കേട്ടോ. അദുവി, എൻ്റെ ശത്രുവിനോടും അദുവക്കും, നിങ്ങളുടെ ശത്രുവിനോടും, ഔലിയ, ആത്മബന്ധം സ്വീകരിക്കരുത്. എൻ്റെ ശത്രു, അല്ലാഹു പറയാ, ഇതൊക്കെ അള്ളാഹിന്റെ ശത്രുവാണെന്നേ. ഈ പ്രത്യശത്രുവും ഈ പരശത്രു അള്ളാഹിന്റെ ശത്രുവാ. അള്ളാഹിന്റെ ശത്രുവിന് ഇഷ്ടം കൂടുന്നവർ സ്വർഗം സ്വപ്നം കാണരുത്. അള്ളാഹിന്റെ ശത്രുവിന് സഹായികളാകുന്നവർ സ്വർഗം സ്വപ്നം കാണരുത്. അള്ളാഹുവിന്റെ ശത്രുവിനെ പിന്തുണക്കുന്ന സ്വർഗം സ്വപ്നം കാണുന്നത്. വിശ്വാസികളെ, ലാ തത്തഖിദു അദുവി വ അദുവക്കും ഔലിയ, എന്റെയും നിങ്ങളുടെ ശത്രുവിനെ ഔലിയാക്കളായി, ഉറ്റ ബന്ധുക്കളായി സ്വീകരിക്കരുത്, ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ അവരുമായി ഒരു സ്നേഹബന്ധം ഇട്ട് കൊടുക്കാൻ പാടില്ല. നോർമലി കാണുമ്പോൾ ചിരിക്കാൻ, വർത്താനൊക്കെ പറയാം. അയൽപ്പക്കാണ് ഈ കല്യാണത്തിന് വിളിക്കാം, രോഗിയായ സന്ദർശിക്കാം, സഹായം വേണമെങ്കിൽ നൽകാം. അത് മാനുഷിക ബന്ധങ്ങളാണ്. അതിനപ്പുറം നിങ്ങളുടെ ദീൻ കളഞ്ഞു കുളിച്ച ഒരു സ്നേഹബന്ധവും പാടില്ല. വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്. എന്താ കാരണം? വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്. നിങ്ങൾ കൊണ്ടുവന്ന ഈ ഹക്കിനെ അവർ നിഷേധിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ നിഷേധിക്കുന്നവരവർ. ഈ പ്രത്യശത്രുക്കളും അങ്ങനെയാണ്. പരോക്ഷത്രുക്കളും ഇസ്ലാമിനെ നിഷേധിക്കുന്നവർ. അതുകൊണ്ട് ഇസ്ലാമിക ആശയത്തിന് എതിര് നിൽക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ശത്രുക്കളുമായി ഒരാത്മബന്ധവും വിശ്വാസികൾക്ക് പാടില്ല. ഉറച്ച നിലപാട് വേണം. ഈ 2 നിലപാടിൽ മുസ്ലിം സമുദായം തുടരുകയും ഈ കാഴ്ചപ്പാടിൽ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കും. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ കഴിയും. ശത്രുവിനെതിരെ പോരാടാൻ കെൽപ്പുള്ള മക്കൾ നമുക്കുണ്ടാകും. അല്ലെങ്കിൽ മാപ്പുസാക്ഷികളായി സംഘപരിവാരത്തിന്റെ തലപ്പാവും അണിഞ്ഞ് ഇപ്പുറത്തെ പരോശത്രുക്കളുടെ പാർട്ടി അംഗത്വവും നേടി കുറെ ജീവനുകളെ, നിസ്കരിക്കുന്ന പേക്കോലങ്ങളെ കാണാം. ഈ സമുദായം അനുഭവിക്കുകയും ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് വിശുദ്ധ ഖുർആന്റെ കൃത്യമായ ഉത്ബോധനമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഠനമുള്ളത് കൊണ്ട് ആ ഉദാഹരണം വെച്ചത് എൻ്റെ വകയല്ല. ഇത് കൃത്യമായ മുസ്ലിങ്ങളുടെ പഠനങ്ങളാണ്. അള്ളാഹു നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തമ്പുരാൻ ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ, കുടുംബത്തെ, നമ്മുടെ മഹല്ല് സംവിധാനത്തെ ഇസ്ലാമിൻ്റെ പാതിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അത്തരം നല്ല കാഴ്ചപ്പാടുള്ള പണ്ഡിതന്മാരെയും ഉമറാക്കളെയും ഉലമാക്കളെയും നൽകി അള്ളാഹു ഈ സമുദായത്തെ രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ യുവതലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗത്തിൻ്റെ ശക്തിയായ വിഭാഗത്തിൻ്റെ യുവതയാണ്. മുസ്ലിം യുവതയെ ഇസ്ലാമിൻ്റെ വഴിയിൽ നടത്താൻ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അതിനനുസൃതമായ നിലപാടുകൾ സ്വീകരിക്കാൻ, വിദ്യാഭ്യാസം നൽകാൻ നമുക്കും നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾക്കും മുസ്ലിം സമുദായ സംഘടനകൾക്കും രാഷ്ട്രീയ പക്ഷങ്ങൾക്കും സാധിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.